എത്ര കണ്ടാലും കൊണ്ടാലും നമ്മൾ നന്നാവില്ല എന്ന് പറയുന്ന പോലെ ഇവിടെ ഇപ്പൊ പെണ്ണുങ്ങളെ കിട്ടാൻ തന്നെയില്ല. ഓരോരുത്തന്മാരെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പെണ്ണ് കിട്ടാത്തതുകൊണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കലാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൊടകിലൊക്കെ പോയിട്ട് പെണ്ണിനെ അന്വേഷിക്കുന്നവരോട് ലക്ഷങ്ങളാണ് ചോദിക്കുന്നത്, അങ്ങോട്ട് കൊടുക്കണം. അതായത് കൊടകിലെ പെൺപിള്ളേർ ഇപ്പോഴും കേരളത്തിലേക്ക് വരണമെങ്കിൽ ലക്ഷങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ തയ്യാറുള്ളൂ. അതാണെങ്കിൽ ബ്രോക്കർ മാറും, ആ ബ്രോക്കർ വേറൊരു ബ്രോക്കറെ ഏൽപ്പിച്ച് അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2-3 ലക്ഷം രൂപയില്ലാതെ കൊടകിലൊന്നും പോയിട്ട് പെണ്ണ് കെട്ടാൻ കഴിയും എന്നുള്ളൊരു വിചാരേ വേണ്ട. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ ഇങ്ങോട്ട് വരാനുണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും അന്വേഷിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവരും കുറച്ച് സെലക്റ്റീവ് ആകാൻ തീരുമാനിച്ചു. ഇങ്ങനെയൊന്നും കേരളത്തിലേക്ക് വരുന്നില്ല. കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടണം. ഇവിടെ ചില ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാലോ അതെങ്ങനെയാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്ന് പോലും അറിയില്ല. ഏതായാലും അങ്ങനെയുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്ത്, തിരുവനന്തപുരം ജില്ല, അവിടെ നിന്നും വന്ന ഒരു വാർത്ത നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ആരോപണവുമായി യുവതിയുടെ കുടുംബം വിവാഹം കഴിഞ്ഞ സമയം മുതൽ ജാതി പറഞ്ഞും സ്ത്രീധനം നൽകിയില്ല എന്ന് പറഞ്ഞും വഴക്കായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. 2 മാസം മുൻപാണ് കാവ്യ അവസാനം സ്വന്തം വീട്ടിൽ വന്നത്. പല ദിവസങ്ങളും പട്ടിണിക്കിടും. കാവ്യയുടെ ഭർത്താവ് വിഷ്ണുവിന്റെ അമ്മയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ചിക്കൻ കറി കൂടുതൽ കഴിച്ചു എന്ന പേരിൽ കഴിഞ്ഞ ദിവസവും വഴക്കുണ്ടായെന്നും ഇതിന് പിന്നാലെ ചെയ്തതെന്നും കാവ്യയുടെ അമ്മ ശാന്ത റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഈ വിഷ്ണു എന്ന് പറയുന്നവനോ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരോടാ പറയുന്നത്, ഈ മഹാനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് ബഹുമാനിച്ചേക്കണേ, നിങ്ങളൊന്ന് ബഹുമാനിച്ചാൽ മതി. എത്രയോ വേണ്ടു വിഷ്ണു എന്ന് പറയുന്ന ഇവളെയൊക്കെ ഭർത്താവ്. അതായത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീധരൻ പോലും ഇന്നത്തെ കാലത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും അങ്ങോട്ടൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോഴും കിട്ടിയത്. അതായത് ശ്രീധനത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ഇന്നും നിരവധി ആൾക്കാർ ആ ഭാഗത്തൊക്കെ, അതായത് തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ആചാരം തന്നെയാണ് ശ്രീധനം. ആൺകുട്ടികളെ വളർത്തുന്നത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധനം വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ പെൺകുട്ടികളെ വളർത്തുന്നത് തന്നെ സ്ത്രീധനം കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അവിടെ എനിക്കറിയുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ചെറുതായി പോയി എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ, വണ്ടി കളറ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു ചെറുക്കന് ആ പെണ്ണിൻ്റെ അച്ഛൻ ഒരു വണ്ടി വാങ്ങിച്ചു കൊടുത്തപ്പോഴേ അതിന് കളറില്ല അല്ലെങ്കിൽ അത് ചെറുതായി പോയി എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ. ആദ്യത്തെ പ്രശ്നമല്ല ഞാൻ എന്നുള്ള പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത പൈസ കുറഞ്ഞു പോയി, അതിനനുസരിച്ച് സ്വർണ്ണമില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കാവ്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയും നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അനുഭവിച്ചിരുന്നു. അവസാനമായിട്ട് പറഞ്ഞതെന്താ വെച്ചാൽ ചിക്കൻ കറി കുറച്ച് കൂടുതൽ, അതായത് 2 പീസ് അധികം കഴിച്ചുപോയി. അതിൻ്റെ പേരിൽ എന്ന് പറയുന്നത് അവിടെ ഒരു വലിയ വഴക്കുണ്ടാവുകയാണ്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വിളിച്ച് പറയുന്നുണ്ട്. വീട്ടിൽ വിളിച്ച് പറയുമ്പോൾ എന്താണ്, അത് ഭർത്താവിൻ്റെ വീടല്ലേ, അല്ല സഹിച്ച് നിൽക്കണ്ടേ എന്ന് തന്നെയാണ് പറയുക. അല്ലാതെ എന്ന് പറഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരൂ എന്നൊരാൾ പോലും പറയില്ല. ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കരയാനും പിടിയാനൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനു മുന്നേ ഒരാൾ പോലും ഒന്ന് രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ ഒന്ന് ചോദ്യം ചെയ്യണം, ഇല്ലെങ്കിൽ ഒന്ന് ചോദിക്കണം, അതിനു പോലും ഒരാളും പോകത്തില്ല. അവിടെ എന്തായിക്കഴിഞ്ഞാലും അനുഭവിച്ച് നിന്നോളൂ. ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടിമയായിട്ട് നിന്നോളൂ. കൃത്യമായിട്ട് ഭക്ഷണമില്ല, ജോലികളെല്ലാം ചെയ്യണം. അപ്പോൾ ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന ഈ സാധനങ്ങൾ ചിലപ്പോൾ 2-3 പെൺകുട്ടികളുടെ അമ്മയായിരിക്കാം, എന്നാലും ഇവർ ഈ സ്വഭാവം ഇവർ നിർത്തത്തില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പെണ്ണിനെ കിട്ടാത്തതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പല ജാതി പല ഇതായിട്ട് തന്നെ കല്യാണം കഴിക്കുന്നുണ്ട്. അതിൻ്റെ പേരിലും ഒരുപാട് അധിക്ഷേപങ്ങൾ നേരിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചിക്കൻ കറി കൂടുതൽ കഴിച്ചാലുള്ള പ്രശ്നങ്ങൾ ഞാൻ പറയാം. അതായത് ഒരു ഭർത്താവ് വീട്ടിലാണെങ്കിൽ അവരെന്തോ 2 പീസ് കഴിച്ചു എന്ന് കരുതിയാൽ അവരെ അങ്ങ് ഭയങ്കരമായിട്ട് മനസ്സ് മടുപ്പിക്കുന്ന തരത്തിലേക്ക് നീയാണ് ഇതെല്ലാം തിന്നു മുടിക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും കഴിക്കത്തില്ല. അതായത് പിന്നെ അവർക്കൊന്നും കഴിക്കാൻ തോന്നില്ല. അത് തന്നെയാണ് പലപ്പോഴും പല വീടുകളിലും നടക്കുന്നത്. അതായത് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇവരൊക്കെ കണ്ടുപിടിക്കുന്ന മാർഗങ്ങളാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മായിയമ്മമാരൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 95-2000 കാലഘട്ടത്തിലുള്ളതാണ്. അവരനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് അവരിപ്പോഴും മറ്റുള്ളവരെ കൊണ്ട് അനുഭവിപ്പിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് 2000-ലും അല്ലെങ്കിൽ 95 കാലഘട്ടത്തിലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്കും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടാകാം. അപ്പോഴൊക്കെ ഇവരെന്താണ് തീരുമാനിക്കേണ്ടത്? ഞാൻ നേരിട്ടതുപോലെ എൻ്റെ മകൻ്റെ ഭാര്യ ഒരിക്കലും നേരിടാൻ പാടില്ല എന്നുള്ള തരത്തിലല്ലേ അവർ നോക്കേണ്ടത്. പക്ഷെ അങ്ങനെയൊന്നും നോക്കില്ല. അവരെ അതിലും വലിയ ആൾക്കാരായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും ഇതിൻ്റെ ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ എന്താ പറയുക 2000-ൽ അനുഭവിച്ചത് ഞാൻ എൻ്റെ അമ്മായിയമ്മയുടെ അടുത്ത് അനുഭവിച്ചത് ഇതാണ്, അതുകൊണ്ട് തന്നെ നീയും അനുഭവിക്കണം എന്നുള്ള തരത്തിലാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏതായാലും അന്നത്തെ കാലഘട്ടമല്ല ഇന്നത്തേത്. ഇന്നൊരുപാട് മാറി. എന്നിട്ടും ഇങ്ങനെയുള്ള കുറേ കൂതറകൾ ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മിസ്റ്റേക്ക് തന്നെയാണ്.
പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, പെൺവീട്ടുകാർക്കും നല്ല രീതിയിലുള്ള ഇതുണ്ട്, അവർക്കും പങ്കുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവർ വളരെയധികം സൂക്ഷിക്കേണ്ടേ. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർ കുറച്ച് സ്ത്രീധനവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. എന്നിട്ടും ഇതുപോലെയൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും അവരവിടെ ചെന്നിട്ട് വിളിച്ച് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കണ്ടേ. അങ്ങനെ കൊണ്ടുവന്നിട്ട് എന്തോ ആയിക്കോട്ടെ, ഇനി ഇത് ഇവിടെ ജീവിച്ചാൽ മതി. ജീവൻ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ കരിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ജീവൻ പോയിട്ട് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും കാര്യമില്ല. നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാധ്യത തീർന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഇന്ന് ആൺപിള്ളേരും പെൺപിള്ളേരും എല്ലാം എന്ന് പറഞ്ഞ് ജോലിക്ക് പോകുന്നുണ്ട്. എല്ലാവരും അവനവൻ്റെ കഴിവനുസരിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പോഴും നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇനി എന്ത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത, അതായത് വേറെ ആൾക്കാരുണ്ടല്ലോ, അവരെ ജീവിതത്തിലെ പ്രശ്നമാകുമോ? ഒരു തേങ്ങാക്കൊലിയില്ല, വീട്ടിൽ വന്ന് നിന്നോട്ടെ, അതിനായിരിക്കാം ഇത്ര പ്രശ്നങ്ങൾ. അതായത് ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ജീവൻ പോകുന്നതിലും നല്ലതല്ലേ ഇതുപോലെ വന്ന് നിൽക്കുന്നത്. അതുമാത്രമല്ല, ഈ വിഷ്ണു എന്ന് പറയുന്നവൻ്റെ കൂടെ ഇറങ്ങി വന്നതാണ്. അത് പ്രേമിച്ചിട്ടാണ് അവർ വിവാഹം കഴിച്ചത് എന്നാണ് പറയുന്നത്. ഈ പ്രേമിക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു നല്ല ഒരുത്തന, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ആണ് ഒരുത്തന, ഒരു ധൈര്യമുള്ള ഒരുത്തന, അമ്മ പറയുന്ന കേൾക്കാത്ത ഒരുത്തനെ കല്യാണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞാൽ അതിൽ അടിമയായ ഒരുത്തനെ കല്യാണം കഴിച്ചാൽ ഇത് തന്നെയാണ് നിങ്ങളുടെ ഗതി എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ പ്രണയിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ സ്ത്രീധനം വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേങ്കിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം, കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നീട് എന്ന് പറഞ്ഞാൽ ആദ്യ രാത്രിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവന് തോന്നും, അയ്യോ വേണ്ടായിരുന്നു, എനിക്കിതിലും കൂടുതൽ സ്ത്രീധനം എവിടെ നിന്നെങ്കിലും കിട്ടിയേനെ, വെറുതെ ആ ഒരു ഇതിൽ കഴിച്ചു എന്നൊക്കെ തോന്നിച്ചുള്ള ഒരുപാട് നന്മണ കുറച്ച് ഇതാണ്ട്, കുറച്ച് കൂടുതൽ പറയുന്നില്ല, അങ്ങനെയുള്ള ഒരുപാടെണ്ണം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പ്രേമിക്കുമ്പോൾ നല്ലൊരുത്തന ആണൊരുത്തനെ തിരഞ്ഞെടുക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു വേട്ടാവളി എൻ്റെ തലയിൽ പോയി വീഴരുത്. അപ്പം പല ഗിമ്മിക്കുകളും കാണിക്കും. അതാണ് പറയുന്നത്. അതായത് പ്രേമിക്കുമ്പോൾ ഇവനൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവ ഷാരൂഖ് ഖാനാന്ന് വരെ പറയും ചിലപ്പോഴേ. നമ്മൾ പോയിട്ട് അതിൻ്റെ അകത്ത് വീഴുകയും ചെയ്യും. പക്ഷേ പിന്നീടാണ് മനസ്സിലാകുന്നത് ഇവനൊരു കഴിവുമില്ല, ഇവനൊരു വെറും വേസ്റ്റാണെന്ന് പിന്നെയാണ് മനസ്സിലാവുക. അതുപോലെയുള്ള ഒരുത്തൻ തന്നെയാണ് ഇതിൻ്റെ ഭർത്താവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവിടെ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇതിൻ്റെ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൂട്ടിക്കൊണ്ട് വരേണ്ടതായിരുന്നു. പക്ഷേ അവർ കൂട്ടിക്കൊണ്ടുവരാൻ നിൽക്കില്ല. കാരണം എന്താണ്, ഇറങ്ങി ഇഷ്ടപ്പെട്ടു പോയതല്ലേ, അതുപോലെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തതല്ലേ, അവർ തമ്മിലായിരിക്കും ചിലപ്പോൾ പ്രേമിച്ചിട്ടുണ്ടാവും. വീട്ടുകാർക്ക് ചിലപ്പോൾ ഭയങ്കര എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തും ഇതുപോലെ ഇറങ്ങിപ്പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും പോകരുത്. പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ വരെ അപകടത്തിലാണ്. കുറച്ച് ചിക്കൻ കറി പോലും കൂട്ടാൻ അല്ലെങ്കിൽ കഴിക്കാൻ എന്താ പറയേണ്ടത്, അനുവാദമില്ലാത്ത ഒരു വീട്ടിൽ പോയി നിൽക്കുന്നതിലും നല്ലത് അവിടെ നിന്നും ആ വീട് ഉപേക്ഷിച്ച് വന്ന് സ്വന്തം വീട്ടിലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വാടക വീട് എടുത്തിട്ട് എവിടെ വേണമെങ്കിലും, ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഇല്ലേ, എവിടെയെങ്കിലും ജോലിയും കിട്ടും, സുഖമായിട്ട് ജീവിക്കാം. അല്ലാതെ എന്ന് പറഞ്ഞാൽ യുവന്മാർ ഒന്നും ഒരിതും വേണ്ടാടുന്നു, അങ്ങനെയെങ്കിലും ജീവിക്കാടുന്നു. അല്ലാതെ ഈ ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള അവഹേളനങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം വരെ തരാതെ ഉപദ്രവിക്കുന്നവരടുത്ത് ഒരു കാരണവശാലും നിൽക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനിയെങ്കിലും ഇതുപോലെയുള്ള ബുദ്ധിമോശങ്ങൾ കാണിക്കാതിരിക്കുക. കാരണം എന്താ, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പോയി എന്നല്ലാതെ വേറെ ഒരുത്തനും ഒന്നും സംഭവിച്ചിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. നന്ദി, നമസ്കാരം.